വീടിനെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയ്ക്ക് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ കന്നിമൂലയിൽ, അതായത് സൗത്ത് വെസ്റ്റ് കോർണറിൽ പുറത്തേക്കുള്ളൊരു ഡോർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഡോർ ആയാലും ശരി തന്നെ, വസ്തുവിലെ ഗേറ്റ് ആയാലും ശരി തന്നെ, നമ്മളുടെ സമ്പത്ത് നിൽക്കാതെ വരുന്നതിന്റെ ഇരട്ടി ചെലവായി പോകുന്നൊരവസ്ഥ അതുണ്ടാവും. അതുപോലെ തന്നെ വീടിന്റെ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടുകളിലും അത് സംഭവിക്കും. അപ്പോൾ കന്നിമൂല നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കന്നിമൂല ഭാഗത്ത് ഒരു ഗേറ്റോ ഡോറോ വരാൻ പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കും. അടുത്തത് ഫെങ്ഷുവി പ്രകാരം സമ്പത്തിന്റെ ദിക്കായിട്ട് കണക്കാക്കുന്നത് തെക്ക് കിഴക്കെന്ന് പറയുന്ന മൂലയാണ്. അപ്പൊ തെക്ക് കിഴക്ക് മൂലയിൽ സെപ്റ്റിക് ടാങ്കോ ഒരു ബോർവെല്ലോ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ കിണറോ വന്നാലും കടുത്ത സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ടോയ്ലറ്റ് പാടില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒഴിവാക്കി നല്ലൊരു മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പു എന്ന് പറയുന്ന ചെടി വയ്ക്കാം വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത്. അതുപോലെ തന്നെ വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് 3 ലെഗ്ഡ് ഫ്രോഗ് വയ്ക്കാം. തെക്ക് കിഴക്ക് ഭാഗത്ത് വെൽത്ത് ഷിപ്പ്, കൗ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു, അങ്ങനെ വെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ വീടിന്റെ സ്വീകരണമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. ഇനി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത്, ഓരോ വീടിനും ഒരു വെൽത്ത് സ്പോട്ട് ഉണ്ട്. ആ വെൽത്ത് സ്പോട്ട് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ശരിക്കും സമ്പത്ത് വന്ന് കയറും. അപ്പോൾ ഓരോ വീടിന്റെയും വെൽത്ത് സ്പോട്ട് മനസ്സിലാക്കുക, ആ വെൽത്ത് സ്പോട്ട് ആക്ടിവേഷൻ ചെയ്യുക. അതുവഴി സമ്പത്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഫെങ്ഷുവിലൂടെ സാധിക്കുന്നതാണ്. ഫെങ്ഷുവി മൂലം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ 3 ലെഗ്ഡ് ഫ്രോഗ്. നമ്മളുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ സമ്പത്തും കൊണ്ടുവരുന്ന ഒരു ഫ്രോഗിന്റെ സ്റ്റാച്യു ആണിത്. വീടിനുള്ളിലേക്ക് നോക്കി വെക്കണം. ചുണ്ടിലൊരു ചൈനീസ് കോയിൻ കൂടെ വെച്ചു കൊടുക്കണം. അടുത്തത് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്, ഡ്രാഗന്റെ ഹെഡ്, ടോർട്ടോയ്സിന്റെ ബോഡി, അതിന്റെ മുകളിലൊരു ലാഫിൻ ബുദ്ധ ഇരിക്കുന്നു. കുറേ ചൈനീസ് നാണയങ്ങളുടെ മുകളിലാണ് ഇതിരിക്കുന്നത്. അടുത്തത് ഒരു 11 ഗോമതി ചക്രം. ഇതാണ് ഗോമതി ചക്രം എന്ന് പറയുന്നത്. 11 ഗോമതി ചക്രം ഒരു മഞ്ഞ പട്ടുതുണിയിൽ നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ ക്രിസ്റ്റൽസ് പ്രോഗ്രാം ചെയ്ത് നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുന്നതും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലൊരു ടൂളായിട്ട് ചൈനീസ് വാസ്തുവിദ്യയായ ഫെങ്ഷുവിൽ പറയുന്നുണ്ട്.